ആ ഇതാര് ഊര് തണ്ടിയിട്ടൊക്കെ വന്ന എൻ്റെ മോൻ. അതെന്താ അങ്ങനെ ഒരു പറച്ചില്? നിർത്തടാവൻ്റെ അട്ടഹാസം. ആ നിർത്തടാ. ഇവരെ രാവും പകലും ഊര് തണ്ടിയിട്ട് അവൻ വന്ന് വീട്ടിൽ കയറിയിട്ട് അവൻ എൻ്റെ അടുത്ത് ഡയലോഗ് അടിക്കാൻ വന്നിരിക്കുന്നു. എന്ത് വർത്താനോ അമ്മേ പറയുന്നു? രാവും പകലോ? അത് ഈ ജോലിയുടെ ഭാഗമൊക്കെ ആയിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഒന്ന് എൻജോയ് ചെയ്യുന്നതല്ലേ. അതിനിടയിൽ വീട്ടിൽ കയറാനൊക്കെ എപ്പോൾ സമയം കിട്ടിയതെന്ന് വരാം. അതിനിങ്ങനെ അമ്മ ഊര് തണ്ടി നടന്നിട്ട് വീട്ടിൽ കയറുന്ന പ്രസംഗിക്കുന്നു. രണ്ട് പെണ്ണുങ്ങളുള്ള കാര്യം അവന് അറിയോ? അതും അറിയത്തില്ല അവന്. നടന്നിട്ടൊന്ന് അലക്കാൻ നിൽക്കുന്നു. എന്തോ കാണിക്കേ, എന്തോ നീക്ക് കാണിക്കും. എൻ്റെ പൊണ്ണമ്മ റൈസ് ആവാതെ, ആ പീപ്പി കൂട്ടാതെ. ഞാൻ എൻ്റെ ഏട്ടൻ്റെ മോളെ കാണാനാണ് വന്നത്. ഏട്ടയുടെ വാവേ. ഹലോ 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 ഹലോ. ആ ഇവിടെ ഉണ്ടായിരുന്നേ. സുന്ദരിയായല്ലേ. സുഖാണോടി കുരുപ്പേ? പിന്നെ ഭയങ്കര സുഖ നീ ഇല്ലാത്തപ്പോഴത്തേക്ക്. നീന്ന് വിളിക്കണേ, മാറിയില്ലടി അങ്ങോട്ട്. ഓ ഒന്നിനെ കൊണ്ടേ സഹിക്കാൻ വയ്യ. കുട്ടി രണ്ടെണ്ണം കൂടെ വീട് തല തിരിച്ച് വെക്കും. അതേല്ലോ, തല തിരിച്ചു വെക്കും അല്ലേ മോളെ? പിന്നല്ലാതെ നമ്മക്ക് എന്നത് അറിയണ്ടേ. വാട്ടെ ഇങ്ങോട്ട്. അപ്പു മോനെ, എടാ എണീക്കടാ അപ്പു. അപ്പു എന്താ എന്താ അമ്മക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കട്ടെ, ഒന്ന് പോയി പിന്നെ വല്ല വാ. അപ്പു കഴിക്കും മോനെ. എത്ര നേരം കൊണ്ട് അമ്മ വിളിക്കോ നമ്മുടെ പോന്നു. എനിക്ക് ഇന്നെങ്കിലും അമ്പലത്തിലേക്ക് പോ. എണീക്കടാ അങ്ങോട്ട്. അമ്മ എനിക്കങ്ങ് വയ്യ. നാളെ വല്ല പോവാം, അല്ലെങ്കിൽ അമ്മ പോവാൻ നോക്കാം അമ്പലത്തിൽ. ഇന്ന് എനിക്ക് അമ്പലത്തിൽ പോകാനുള്ള മൂടൊന്നുമില്ല. എനിക്കിന്ന് മീറ്റിംഗ് ഒക്കെ ഉള്ളതാണ്. അതുകൊണ്ട് അമ്മ തന്നെ പോവാൻ നോക്കുക. എനിക്കെന്തായാലും പോവാൻ പോയ. ദേ അപ്പു, എന്നെ കൊണ്ട് നീ അടി വാങ്ങിപ്പിക്കരുതേ. മര്യാദയ്ക്ക് പോടാ അമ്പലത്തിൽ. പറഞ്ഞൊരൊറ്റ അക്ഷരം കേൾക്കത്തില്ല. വേഗം എണിച്ച് പോയേ. മുത്തശ്ശി പറഞ്ഞതല്ലേ മോനെ, ഇവിടെ വന്നിട്ട് ഇനി മോൻ അമ്പലത്തിൽ പോവാതിരുന്ന അത് മൊത്തം മുത്തശ്ശിക്ക് വിഷമാവാം. അമ്മയുടെ മോനല്ലേ, പോയിട്ട് വാ. ഓ, ഈ അമ്മേനെയും മുത്തശ്ശിനെയും കൊണ്ട് ലാസ്റ്റ് ടൈമാണ്. ഇനി എന്നോടിതും പറഞ്ഞുകൊണ്ടൊന്നും വരരുത്. ഓ, ഞാൻ പൊക്കോളാം. എൻ്റെ അമ്മ ഇപ്പോഴെങ്കിലും സമ്മതിച്ചല്ലേ. വേഗം പോയിട്ട് വാ. ഇനി ഇതെവിടെ ഇങ്ങോട്ട്? പാറു, നീ തൊഴുത്ത് കഴിഞ്ഞെങ്കിൽ വീട്ടിലേക്ക് പോകാൻ നോക്ക്. ഇവിടെ കിടന്ന് കറങ്ങാതെ. ഞാൻ പറഞ്ഞ നിനക്ക് മനസ്സിലായോടി? ആട്ടാ. അതെ, അവിടെ നോക്കി വെള്ളം ഇറക്കിയത് മതി. ഇവിടെ ഞാൻ നിൽക്കുന്ന കണ്ടല്ലോ നീ. എന്തേലും സംസാരിക്കാനുണ്ടെങ്കിൽ ഇങ്ങോട്ടാവാം. ഞാൻ ആരെ നോക്കി വെള്ളം ഇറക്കണ്ടെന്ന് ഞാനാണ് തീരുമാനിക്കുകയാണ്. അല്ലാതെ ശ്രീനാഥ് അല്ല. കേട്ടോടാ? നല്ല മാറ്റം.
അപ്പൂവിൽ നിന്ന് അഗ്നിദേവായതിൻ്റെ മാറ്റമായിരിക്കും. ഈ മാറ്റം കൊണ്ട് തന്നെ പലതും പലരുടെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടത്. എന്നെ കൊണ്ട് പറയിപ്പിക്കേണ്ടത് അത് തന്നെ എനിക്കും പറയാനുള്ളത്. ശ്രീ എന്ന് പറയുന്ന ആള് ശ്രീനാഥിലേക്ക് മാറിയതും ഇതുപോലെ പലതും കൊണ്ടായിരിക്കും അല്ലേ ശ്രീ? എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ മുഖത്ത് നോക്കി പറയാം, അല്ലാതെ കൂടെ നിന്ന് ചതിച്ചിട്ട് പോകുന്ന ആളല്ല ഈ അഗ്നിദേവ്. കൂടെ നിന്ന് ചതിച്ചിട്ട് പോകുന്ന ആളുമല്ല ഈ ശ്രീനാഥ്. എന്തേലും ഉണ്ടെങ്കിൽ ഇവിടെ വെച്ച് പറഞ്ഞു തീർക്കാം. പലതും ഞാൻ മറക്കാൻ ശ്രമിക്കുക, പലതും ഞാൻ മറക്കാൻ നോക്കുക. നീ പറഞ്ഞ ശ്രീനാഥ് നീ ഒരിക്കലും പലതും പറഞ്ഞ് നിൻ്റെ അടുത്ത് വരത്തതുമില്ല. പിന്നെ പല സത്യങ്ങളും എനിക്കും നിനക്കും അറിയാവുന്നല്ലേ അഗ്നി ദേവേ. നീ വിചാരിക്കുന്നതൊന്നും അല്ല സത്യമെന്ന് നീയും നിൻ്റെ അനുജത്തി അറിഞ്ഞിരിക്കും. നിനക്കും അത് എന്നോട് പറഞ്ഞ് ബോധ്യപ്പെടുത്താനുള്ള ബാധ്യതയുണ്ടായിരുന്നു. എൻ്റെ അനുജത്തെ പ്രേമിച്ച് പറ്റിച്ചെന്ന ഒരൊറ്റ രീതിയിലാണ് നിന്നോടുള്ള ബന്ധം ഞാൻ നടത്തിയത്. അത് നീ മറക്കരുത്. ഞാൻ ആരെയും പറ്റിച്ചിട്ടില്ല, നിനക്കും അറിയാം എനിക്കും അറിയാം. അവൾക്കുള്ളത് ഞാൻ അവളോട് പറഞ്ഞു കൊടുത്തോളാം. അതിനുള്ള സത്യം മുഴുവനും അല്ല, കഥ മുഴുവനും നീ കേക്ക്. പക്ഷേ ഈ അമ്മ ഇതെവിടെ പോയി? കുറെ നേരമായിട്ട് ഇങ്ങോട്ട് കയറി വരാന്ന് പറഞ്ഞിട്ട് താഴോട്ട് പോയി നോക്കിയേക്കാം. വെള്ളം കൊണ്ട് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞ ആളാ. ഞാൻ ഒഴിഞ്ഞ് വെള്ളം അങ്ങോട്ട് പോയിട്ടുണ്ടോ എന്തോ. അമ്മ 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 മോളെ പാറു, മോളെ പാറു, നീ ഇങ്ങനെ കരയാതെടാ. അമ്മ ഇവിടെ ഇല്ലടാ. നീ എന്നെ കരയാതെ, ഇങ്ങനെ കരഞ്ഞ് ഓരോ അസുഖങ്ങളും വരുത്താതെ. ശ്രീ എടാ, നീ എന്തെങ്കിലും പറ. ഞാൻ എന്ത് പറയാനാ? ശ്രീ ഇങ്ങോട്ട് നോക്ക്. എടാ, നീയും കൂടെ തളരാതെ. ഏട്ടാ, അമ്മ നമ്മളെ ഇട്ടിട്ട് പോയതാ. ഇനി ആരുണ്ടേട്ടാ? ഞാനില്ലടാ. അമ്മ എന്നെ വിട്ടിട്ട് പോയതാ. ഇങ്ങനെ കരഞ്ഞോരോ അസുഖങ്ങളും ഉണ്ടാക്കാതിരിക്കേ. ശ്രീ വാ, ഇനി ഇവിടെ നീ നിന്നിട്ട് എന്താ കാര്യം? അമ്മ അവളെയും കൂടെ വിളിച്ചിട്ടോ നമുക്ക് തറവാട്ടിലേക്ക് പോവാം. ഇല്ല, ഞാൻ ഇവിടെ നിന്ന് ഒരിടത്ത് വരുന്നില്ല. എനിക്കിവിടെ നിന്നും വരണ്ട അമ്മേ. മോളെ പറയുന്ന കേക്കടാ. മോൻ എങ്ങനെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ? വേണ്ട മക്കളെ, നമുക്ക് തറവാട്ടിലേക്ക് നിൽക്കാം. അത് മതി. ശ്രീ നീയെങ്കിലും പറ, ഇവിടെ നിങ്ങൾ രണ്ടുപേരെ ഒറ്റയ്ക്ക് നിർത്തിട്ട് പോവാം. നമുക്ക് വയ്യാത്തട. ഇല്ല, ഞാൻ വരുന്നില്ലമ്മേ. എൻ്റെ അമ്മ മരിച്ചടാ. എനിക്കിവിടുന്ന് വരാൻ പറ്റുന്നില്ല. ഞാൻ എന്തായാലും ഇവിടുന്ന് വരത്തില്ല. ഏട്ടൻ വേണമെങ്കിൽ പൊക്കോ. ഞാൻ എന്തായാലും അങ്ങോട്ട് വരുന്നില്ല. ഈ സമയത്തല്ല നിന്റെ വാശി കാണിക്കേണ്ടത്. മറ്റുള്ളവരുള്ള ദേഷ്യം ഇതിലൂടെ നീ തീർക്കാതിരിക്കേ. ഒറ്റയ്ക്ക് എന്നിട്ട് നിർത്തിട്ട് പോവാൻ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തോണ്ടല്ല. അതുകൊണ്ട് മര്യാദയ്ക്ക് വരാൻ നോക്ക്. ഓ എൻ്റെ അഗ്നി, നിന്നെ കൊണ്ട് തോറ്റ് ഞാൻ. ഇങ്ങനെ സങ്കടപ്പെടാതിരിക്കേ. പറഞ്ഞത് നീ വിട്ടേക്ക്. വാ പാറു. വാ മോളെ, പോവാം. ഇനി മോൾ ഇവിടെ നിൽക്കണ്ട. അത് അമ്മയ്ക്കൂടെ വിഷമാവൂടാ. അമ്മയുടെ മോളല്ലേ. വാ, നമുക്ക് പോവാം. ശരി. അമ്മ
പാറു മോളെ. ഏട്ടാ, അമ്മ 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 എന്നെ ഇട്ടിട്ട് പോവേട്ടാ. എനിക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. നമുക്ക് ആരുണ്ടേട്ടാ? ഏട്ടനുണ്ട് മോളെ. എൻ്റെ മോക്ക് ഏട്ടനില്ലേ? എന്തിനാ എൻ്റെ കുട്ടി ഇങ്ങനെ കരയുന്നേ? നോക്ക്, നമുക്കെല്ലാവരും ഉണ്ട്. എല്ലാം തെറ്റിദ്ധാരണയായിരുന്നടാ. ഞാനുണ്ട് എൻ്റെ കുട്ടിക്ക്. ഒരിക്കലും ഏട്ട ഒറ്റയ്ക്കാക്കത്തില്ല. എല്ലാട്ടാ, നമുക്ക് ഇവിടുന്ന് പോവാം. എനിക്കിവിടെ നിൽക്കണ്ട. നമുക്കിവിടുന്ന് പോവാം. ശ്രീ, ഞാൻ അകത്തോട്ട് വന്നോട്ടെ? എന്താ? വാ, കയറുവാടാ. ഈ സമയത്ത് എനിക്ക് സംസാരിക്കാൻ പറ്റുമോ ഇല്ലയെന്നൊന്നും എനിക്കറിയത്തില്ല. എനിക്കെന്തായാലും പാർവതിയുടെ കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കണം. ശ്രീ, നിനക്ക് വിരോധമില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് എനിക്ക് തരാം എല്ലാവരോടും സംസാരിക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങിക്കോളാം. വേണ്ട ഏട്ടാ, ഏട്ടാ, എനിക്കൊന്നും സംസാരിക്കാനില്ല. ഏട്ടനുകൂടെ എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ ഏട്ടാ. എനിക്കൊന്നും സംസാരിക്കാനില്ല. ശ്രീ, ഞാൻ കാര്യമായിട്ടാണ് പറയുന്നത്. മോളെ, സംസാരിച്ചോ നീ? മോളെ, സംസാരിക്കേ. നമ്മൾ വിചാരിക്കും പോലെ ഒന്നും അല്ലടാ. ഇതിവിടെ കൊണ്ട് തീരുവാണെങ്കിൽ തീരട്ടെ. പല തെറ്റിദ്ധാരണകൾ ഉള്ളതാ. ഏട്ടൻ്റെ കുട്ടിയല്ലേ? ഏട്ടന് വേണ്ടിയെങ്കിലും ഒരു വട്ടം സംസാരിക്കേ. ഇത്രയും നേരമായിട്ട് അഗ്നി എണീറ്റില്ലേ നീതാ? ഒരുപാട് നേരം കൊച്ചു കിടന്ന് ഉറങ്ങുന്നതാ. രാത്രി മൊത്തം വർക്ക് ചെയ്തിട്ട് എപ്പോഴാണ് എണീക്കുക അവൻ? അവൻ ഇപ്പം എണീക്കും അമ്മേ. അവൻ റൂമിൽ തന്നെ ഉണ്ട്. ഞാൻ നേരത്തെ ചെന്നപ്പോൾ ബുക്ക് വായിക്കുമായിരുന്നു. എണീറ്റായിരുന്നു. പിന്നെ കുറച്ചുകൂടെ കഴിയട്ടെ. അമ്മയുടെ മോൻ ഒരു ലോഡ് ജോലി തന്നെ അല്ലേ എൻ്റെ കുഞ്ഞിൻ്റെ തല വെച്ചേക്കുന്നത്. പിന്നെ എങ്ങനെയാ ശരിയാകുന്നത്? എന്തായാലും കുഞ്ഞിനെ പോയി വിളിച്ചിട്ട് വാ. ഒരുപാട് നേരം കൊണ്ട് അവൻ മുറിയിൽ നിൽക്കുകയല്ലേ. നീ പോയി വിളിച്ചിട്ട് വാ. എന്തെങ്കിലുമൊക്കെ മിണ്ടിയും പറഞ്ഞിരിക്കാം. ഒരു കാര്യവും പറയാനുണ്ട്. അയ്യോ, എനിക്ക് വയ്യമ്മേ. സ്റ്റെപ്പ് കയറി ഇറങ്ങാം. ഞാൻ ഇനി എന്തെന്നും പറഞ്ഞ് അവനെ വിളിക്കേണ്ട. ആ, വന്നല്ലേ വിളിക്കേണ്ട ആള്. ഇപ്പം ശരിയാക്കി തരാം. ഇങ്ങ് വാടിക്കളെ. എന്താ അമ്മേ? ആ, അമ്മയുടെ മോളെ ദേഷ്യപ്പെടില്ലെങ്കിൽ അമ്മ ഒരു കാര്യം പറയട്ടെ. മെകളിപ്പേ ഓടിപ്പോട്ട് ആ അപ്പൂനെ ഒന്നോ വിളിച്ചോണ്ട് വാടാ മോനെ. അമ്മയുടെ പൊന്നല്ലേ, പോട്ടു. ഞാനോ? അത് എനിക്കങ്ങ് വയ്യ. അങ്ങോട്ട് പോവാം. ഇപ്പോഴും തീർന്നില്ലേ ഈ പിണക്കങ്ങളൊക്കെ? ഈ അമ്മയ്ക്ക് എല്ലാം അറിയാം. അപ്പൂൻ്റെ പാറുമല്ലേ നീ. അതുകൊണ്ട് എൻ്റെ പൊന്നുമോള് പോയി നിൻ്റെ അപ്പൂടനെ ഒന്നും കൂടി വിളിച്ചിട്ട് വാ. ചെല്ലടി, ഇതോടെ പിണക്കം തീരുന്നെങ്കിൽ തീരട്ടടി. അത് പിന്നെ അമ്മ എനിക്ക് ചെല്ല് പാറൂട്ടിയെ. മുത്തശ്ശി പറയുന്നത് മോള് കേൾക്കില്ല. മുത്തശ്ശിയുടെ പൊന്നല്ലേ, പോട്ടോ. രണ്ടുപേരും പറഞ്ഞിട്ട് മാത്രം ഞാൻ പോകുന്നു. ലാസ്റ്റ് ടൈമാ. ഇനി ഞാൻ കാലിൻ്റെ അടുത്തേക്ക് പോകുന്ന ആരും വിചാരിക്കട്ടെ. ഡീ 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 എൻ്റെ മോനെ അവള് കാലാണെന്ന് വിളിക്കുന്നേ. നിനക്ക് വെച്ചിട്ടുണ്ട്, പോയിട്ടുവാ. ശരിക്കുന്നു. എന്താടി നോക്കി വെള്ളം ഇറക്കി കഴിഞ്ഞോ? എനിക്ക് പൊക്കോടെ. വെള്ളമിറക്കാൻ തന്നെ താഴെ വിളിക്കുക. അത് പറയാൻ വേണ്ടി വന്നതാ. അല്ലാണ്ട് വെള്ളം ഇറക്കാൻ വേണ്ടിയിട്ട് സാധനം താഴെ അമ്മ വിളിക്കുക. ഓഹോ, അത് പറയാനാണ് ഇങ്ങോട്ട് വന്നേ? അത് മാത്രമേ ഉള്ളൂ? അതോ വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെന്താ?
വേറൊന്നും പറയാനില്ല. അമ്മ വിളിക്കുന്നു, അത് പറയാനാ വന്നേ. ഞാൻ പോവാ. നിക്കി. പാറു. എന്ത് നോക്കുന്നേ? ഞാൻ പോവാ, മാറ്. നിക്കി. എവിടെ നിക്കടി. എങ്ങോട്ട് പോവാടി? കണ്ണിലൂടെ നോക്കടി. ഓ, ഇയാള്. തനിക്കിപ്പോൾ എന്താ വേണ്ടേ? എന്നെ കൈയൊന്ന് വിടുവോ അതിന് സാറേ? മാറി നിൽക്കുന്നൊക്കെ എന്നെ പിടിയാതെ. പാറു, എനിക്കറിയില്ല സാറേ. നീ കരയണ്ട. ഇതിൻ്റെ ഒരു കുറവ് നിനക്കുണ്ടാകും. ആരെങ്കിലും പറഞ്ഞതും കേട്ട് വിശ്വസിച്ച് എൻ്റെ അടുത്തേക്ക് വന്നത് കേട്ടോടി. പാറു, ഒരിക്കലും നിന്നെ ഞാൻ സാധിച്ചിട്ടില്ല. എൻ്റെ മനസ്സിൽ അന്നും ഇന്നും എന്നും എൻ്റെ പാറു മാത്രമേ ഉള്ളൂ. ഇപ്പോഴും ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഇഷ്ടമല്ല എന്നിട്ട് പോലും ഇങ്ങോട്ട് വന്നത്. ഞാൻ കരുതി എല്ലാവരും കൂടെ അതിനെ പറ്റിച്ചെന്ന്. വെറുതെ ഇരുന്ന് എൻ്റെ മനസ്സിൽ ഓരോന്ന് കുത്തിക്കേട്ടിട്ട്. അഗ്നിക്ക് ഒരു വാക്കേ ഉള്ളൂ. അതന്നും ഇന്നും എന്നും അത് തന്നെയായിരുന്നു. ഈ 7ാം ക്ലാസ്സിൽ തന്നെ പ്രേമം 17ാം വയസ്സിൽ വിട്ട് കളയുന്ന ആളല്ല അഗ്നി. 28 വയസ്സായി. ഇപ്പോഴും ആ മനസ്സിൽ നീ തന്നെയാ. ഓ, ഇതെല്ലാം വിശ്വസിക്കണമായിരിക്കും ഞാൻ, അല്ലേ? വിശ്വസിക്കണേ, അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാനാ? ഇവൾക്കെന്ത്? നീ എന്തിനാടി ഈ തൊട്ടനും പിടിച്ചിട്ട് ഇങ്ങനെ നടന്ന് കരയുന്നേ? അതിനിപ്പോ പാറു, നിങ്ങളെന്നെ പറഞ്ഞു പറ്റിച്ച് വലിയ ആളായപ്പോൾ ഇട്ടേച്ച് പോയി. നിങ്ങൾക്ക് അവിടെ പുതിയ ഗേൾഫ്രണ്ട് സെറ്റായി എന്നൊക്കെ ഞാൻ അറിഞ്ഞേ. പുതിയ ഗേൾ ഫ്രണ്ടും സെറ്റായില്ല, ബോയ് ഫ്രണ്ടും സെറ്റായില്ല. നിന്റെ ഏട്ടൻ തൻ്റെക്ക് എല്ലാം അറിയായിരുന്നു ഈ പാർവതീന് ഈ അഗ്നിദേവിന് മാത്രം ഉള്ളതാണെന്ന്. അതറിഞ്ഞു വെച്ചിട്ട് തന്നെയാണ് അവയെല്ലാം ഈ കളിയും ചെയ്തത്. കേട്ടോ? ഒന്നും അറിയാതെ നിന്ന മണ്ടി നീ മാത്രമാ. അയ്യോ, അപ്പൊ അപ്പൊ നിതമ്മയ്ക്ക് ഇത് അറിയാമായിരുന്നോ? എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നെന്നും നിങ്ങൾക്ക് എന്നെ ഇഷ്ടമായിരുന്നെന്നും നിതമ്മയ്ക്ക് അറിയാൻ പോകുന്നതാണ് ചോദിക്കുന്നേ. ആ, അമ്മയ്ക്ക് അറിയായിരുന്നു, മുത്തശ്ശിക്ക് അറിയായിരുന്നു, എല്ലാവർക്കും അറിയായിരുന്നു. ഞാനിങ്ങോട്ട് വരാൻ കാണിച്ച് വെപ്രാളം കണ്ടപ്പോഴേ അവർക്ക് മനസ്സിലായി ഈ പാർവതി തപ്പി വരുന്നതാണ്. എന്താടി ഇപ്പൊ നിന്റെ ഡൗട്ടൊക്കെ തീർന്നോ? അതല്ല, ഇതിപ്പോ നിതമ്മ സമ്മതിച്ചില്ലെങ്കിലോ? ഇപ്പൊ എന്നാ ചെയ്യും നിങ്ങള്? നിതമ്മ സമ്മതിച്ച ഉം. അമ്മ നിതമ്മ എടി കള്ളി പൂച്ച പാറു, ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. ഇതിനിടയിൽ കൂടെ എൻ്റെ മോനെ വിളിച്ച് കുപ്പിയിലാക്കിയിട്ട് എൻ്റെ ചെറുക്കനെ കളഞ്ഞിട്ട് പോയിരിക്കും അവള്, കള്ളി. പിന്നെ മര്യാദയ്ക്ക് രണ്ടും കെട്ടി സമാധാനത്തോടെ ജീവിച്ചണം. എനിക്കൊന്നേ ഉള്ളൂ കേട്ടോടാ, എൻ്റെ കൊച്ചിനെ കെട്ടി മര്യാദയ്ക്ക് ജീവിച്ചോണം നീ. ആയിക്കോട്ടെ, ഞാൻ നോക്കിക്കോളാം നിങ്ങളെ കൊച്ചിനെ. ഇത്രയും നാളെ ഞാൻ നോക്കിയില്ലേ, ദൂരെ നിന്നെങ്കിലും. ഞാൻ അടുത്ത് നോക്കിക്കോളാം. മതി മതി. ഓ, ഒരു സാധനം വെച്ചെടുത്ത് കാണില്ല. പാറു, വെക്കുന്ന സാധനം എടുത്തോണ്ട് പോവാ. ഇവിടെ ആൾക്കാരും ഉണ്ട്. പല വട്ടം ഞാൻ അവളോട് അയ്യോ.
ആ സാധനങ്ങളെല്ലാം എടുത്ത് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. വാച്ചും പേഴ്സും എല്ലാം. പിന്നെ എന്തിനും എൻ്റെ പുറകെ കിടന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം എൻ്റെ ദേവേട്ട. ഉം. എന്തുവാ ഒരു കള്ളച്ചിരി? ഒന്നുമില്ല, വെറുതെ എൻ്റെ ഭാര്യ കാണുമ്പോൾ പലതും തോന്നുന്നുണ്ട് എനിക്ക്. അതെ, വേണ്ട കേട്ടോ. രാവിലെ തന്നെ കണ്ണേക്കുന്നത് എൻ്റെ പണ്ട് കാണിച്ച രസത്തെ ഞാൻ അനുഭവിക്കുന്നത്. ഓ, അങ്ങനെ നീ പറയാതെ. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തല്ലേ ഇതൊക്കെ നടക്കത്തുള്ളൂ. കൊച്ചു വഴി വാ നിൽക്കി. പിന്നെ എൻ്റെ പൊന്ന് ദേവേട്ട മാറി നിൽക്കി. മോളെ വല്ല കണ്ട മോള് കണ്ട ഇപ്പം എന്താടി? അവള് കാണാൻ എനിക്കൊന്നും ചെയ്യാൻ പോലും പറ്റില്ല. കുറച്ചേരം നിന്ന് അടുത്ത് കിട്ടുമ്പോൾ അവൾ ഉടനെ വരും. പിന്നെ നിൽക്കി ചെന്നിട്ട് പോവാ എൻ്റെ കള്ളിപ്പെണ്ണെ. അതും വരെ നിൽക്കി. അയ്യോ എൻ്റെ പൊന്നോ, എനിക്ക് മാത്രം എന്താ ഇങ്ങനത്തെ ഓരോ വിധി? പിന്നെ അച്ഛൻ ദാ വരുന്നു. അയ്യോ എനിക്ക് തന്നെ ആയിപ്പോയി. ഇല്ലാതെ എന്ത് ചെയ്യാം? ചിരിക്കടി ചിരിക്ക്. നിനക്കിട്ടത് ഇന്ന് രാത്രി തന്നോളാം കേട്ടോ. അച്ഛയുടെ മോള് ആദ്യം വാ, പോവാം കേട്ടോ.